ഇന്ന് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ കുക്കീസ് ആണ് ചെയ്യുന്നത്. വളരെ കുറഞ്ഞ ചേരുവകൾ മതി കേട്ടോ. ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ഒരു കുക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബട്ടർ കുക്കീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു കുക്കീസ് റെഡിയാക്കാനായിട്ട് ഒരു കപ്പ് നിറയെ മൈദ എടുത്തിട്ടുണ്ട്. 250 ml കപ്പിൽ കുറച്ച് നിറച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്കിനൊക്കെ എടുക്കുമ്പോൾ വടിച്ചിട്ടുള്ള ഒരു രീതിയിൽ 120 ഗ്രാമാണ് ഉണ്ടാവുക. ഇതൊരു 150 to 155 ഗ്രാം മൈദ ഉണ്ടാവും. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ വേറെ ബേക്കിംഗ് സോഡ കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇത്രയിലേക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു 100 ഗ്രാം ഉപ്പില്ലാത്ത ബട്ടർ വേണം. ബട്ടർ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവണം. അതായത് ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുക്കരുത്. നമ്മൾ പുറത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ മാറിയിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ. ബട്ടർ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് ഒരു 7 ടേബിൾ സ്പൂൺ, ഒരു 1/4 കപ്പ് പ്ലസ് ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ എടുത്താൽ മതിയാകും. 1/2 കപ്പ് നിറച്ചെടുത്തിട്ടില്ല. ആദ്യം ഇതുപോലെ ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക, പഞ്ചസാരയുടെ പൊടി മൊത്തത്തിൽ അങ്ങ് പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പഞ്ചസാരയും ബട്ടറും നന്നായിട്ട് മിക്സ് ആവുന്നവരെ, ഇതുപോലെ സോഫ്റ്റ് ആവുന്നവരെ ഒന്നങ്ങ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് നമ്മളിനി എഗ് വൈറ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. മീഡിയം വലിപ്പത്തിലുള്ള 2 മുട്ടയുടെ വെള്ള മാത്രം, മഞ്ഞ എടുത്തിട്ടില്ല, വെള്ള മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ ലാർജ് സൈസിലുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ 1 മതിയാവും. ഇതിപ്പോൾ ചെറിയ മീഡിയം വലിപ്പത്തിലുള്ളതാണെന്ന് 2 എഗ് വൈറ്റ് എടുത്തിട്ടുണ്ട്. അത് 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക, എല്ലാം കൂടെ യോജിക്കുന്നവരെ. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. മൊത്തത്തിൽ മിക്സായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദ ഉണ്ടല്ലോ, മൈദ ബേക്കിംഗ് പൗഡർ, അതുകൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ബീറ്റർ കൊണ്ട് തന്നെ അങ്ങ് മിക്സ് ആക്കി എടുത്താൽ മതി. ഹൈ സ്പീഡിൽ ഇടണ്ട, ഏറ്റവും ചെറിയ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് മൈദ മൊത്തത്തിൽ ചേർത്തിട്ട് മിക്സ് ആക്കി എടുക്കാം. മൊത്തത്തിൽ മിക്സായി വരുന്ന സമയത്ത് ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ ഒരു സോഫ്റ്റിലായിരിക്കണം കേട്ടോ. എന്നാലാണ് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് കറക്റ്റ് ഷേപ്പിലാക്കി എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു രീതിയിലായിരിക്കും. ഇനി ഈ ഒരു നോസിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നോസിൽ വേണം നിർബന്ധമല്ല കേട്ടോ. നോസിൽ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ട് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ. അപ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കാം. മാവ് മൊത്തത്തിന് അതിലേക്ക് നിറയ്ക്കുന്നുണ്ട്. അത് മൊത്തം നിറച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഇതുപോലത്തെ ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ ട്രേ ഉണ്ടെങ്കിൽ, വലിയ ട്രേ ഉണ്ടെങ്കിൽ സുഖമായിരിക്കും ഒന്നിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഓവനില്ലാതെ ചെയ്യുന്ന രീതി ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ട്രേയിൽ ഒരു ഷീറ്റ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്താൽ മതി. ഒരുപാട് ഗ്യാപ്പ് വേണം നിർബന്ധമല്ല, എന്നാലും ഒരു ഇത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് അങ്ങ് ഇതുപോലെ ചെയ്തെടുക്കുക. ഏത് വലുപ്പത്തിലുള്ള കുക്കിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത നോസിലിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ആ ഒരു കുക്കിയുടെ വലുപ്പത്തിലും വ്യത്യാസം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. ഇതുപോലെ വലുതാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കാം. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ പ്ലെയിൻ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഞാൻ കുറച്ചൊരു ഭംഗി കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ചോക്ലേറ്റ് ചിപ്സ് കയ്യിലെടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ മതി കേട്ടോ, നിർബന്ധമൊന്നുമില്ല. പിന്നെ കുട്ടികൾക്കൊക്കെ ആവുന്ന സമയത്ത് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ അതെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു രീതിയിൽ. അതുപോലെ തന്നെ ഇനി ജാം, ഏതെങ്കിലും ഫ്ലേവറിലുള്ള ജാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ വിരൽ വെച്ചിട്ട് നമ്മൾ ആ കുക്കിയുടെ നടുവിൽ ഒന്നങ്ങ് പ്രസ് ചെയ്തിട്ട് ആ ഒരു കുഴിയുടെ ഉള്ളിലേക്ക് ഒരു ഇത്തിരി ജാം ആക്കി കൊടുക്കുക. അതെങ്ങനെയാണോ നിങ്ങൾക്ക് ആക്കാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മതി കേട്ടോ. ഞാൻ ചെറിയൊരു കവറിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് എളുപ്പമായിരിക്കും ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ. ഇതിനെ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ബാറ്റർ ഞാൻ 2 ട്രേയിലേക്കായിട്ട് നിരത്തിയിട്ടുണ്ടായിരുന്നു. 2 ട്രേ ഉണ്ടെങ്കിൽ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിൽ വെച്ചിട്ടായിട്ട് അതിലേക്ക് പിന്നെ വെച്ചെടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇങ്ങനെ 2 ട്രേയിൽ വെക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴ്ഭാഗത്ത് വെച്ചിട്ടുള്ള കുക്കിയുടെ മുകൾ ഭാഗം അത്ര നല്ലൊരു ബ്രൗൺ കളർ കിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ബേക്കായിട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ 190 ഡിഗ്രി സെൽഷ്യസിൽ ആദ്യമേ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് 190 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഒരു 10 to 12 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതുപോലെ നല്ല കളറൊക്കെ മാറിയിട്ടുള്ള നല്ല ബേക്കായിട്ടുള്ള കുക്ക് തന്നെ നമുക്ക് കിട്ടും.
ഓവനിലെ സെറ്റിങ്സ് എന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ OTG ഓവൻ ആയിരുന്നു ഇതിൽ ഞാൻ ആ താഴെ മേലെയും കോയിൽ ചൂടാവുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ ഇതിന് ചൂടാറാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഓവൻ ഇല്ലാതെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആദ്യം പ്രസ് ചെയ്ത പോലെ തന്നെ കുക്കിയുടെ ഷേപ്പിലാക്കി എടുക്കുക. ഇത് നമ്മൾ ഓവനിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വീഡിയോ എടുത്തതാണ് കേട്ടോ. നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇവിടെ കാണിച്ചു എന്നേ ഉള്ളൂ. അതായത് ഒരുപാട് നേരം നമ്മൾ ബാറ്ററി മിക്സ് ചെയ്തതിന് ശേഷം പുറത്ത് വെക്കരുത് കേട്ടോ. ഞാൻ ആ സമയത്ത് തന്നെ എടുത്ത വീഡിയോ ക്ലിപ്പാണിത്. ഇതുപോലെ ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു രീതിയിൽ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അടച്ചു വെക്കുക. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് 2-3 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 20 to 25 മിനിറ്റ് വേണ്ടി വരും ഇങ്ങനെ അടുപ്പിൽ വെക്കുന്ന സമയത്ത്. ഇതിന് ഇങ്ങനെയല്ലാതെ പ്രഷർ കുക്കറിൽ എങ്ങനെ കുക്കീസ് ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ കുറേ മുൻപ് ഒരു കോക്കനട്ട് കുക്കീസ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വേണമെന്നുള്ളവർ ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയാലും മതി. ഇങ്ങനെ ആവുന്ന സമയത്ത് ഏകദേശം ഒരു 25 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് തുറന്ന് നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് നോക്കുക. അത്യാവശ്യമൊക്കെ ബേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് തിരിച്ച് നോക്കിയാൽ മതി. അപ്പോൾ കറക്റ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട്. പിന്നെ തൊട്ട് വെക്കുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും. പിന്നെ തണുത്ത് കഴിയുമ്പോഴാണ് കേട്ടോ ക്രിസ്പി ആവുക. എന്നാലും ഇതുപോലെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ഇതിപ്പോൾ ഓവൻ അല്ലാത്തത് കൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് കളർ മാറി വരാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും നമുക്ക് എത്രയ്ക്ക് ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഈ ഒരു പ്ലേറ്റിൽ ഇപ്പം ഞാനൊരു 8 കുക്കീസേ വെച്ചിട്ടുള്ളൂ. പക്ഷെ നമുക്കിതിലും കൂടുതൽ വെക്കാം കേട്ടോ. വലിയ പ്ലേറ്റൊക്കെയാണ്, വലിയ പാത്രമാണെന്നുണ്ടെങ്കിൽ ഒറ്റ സെക്ഷനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കുക്കിയൊക്കെ ചൂടൊക്കെ ആറി കറക്റ്റായി വന്നിട്ടുണ്ട്. നമ്മളിത് ഓവനിൽ നിന്ന് പുറത്തെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് പുറത്തെടുക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് തൊട്ട് വെക്കുന്ന സമയത്ത് ചെറിയൊരു സോഫ്റ്റ് ഉണ്ടാവും. പക്ഷെ അത് ചൂടാറി കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുക കേട്ടോ. ഇതുപോലെയായിട്ട് കിട്ടുക. ഇതിപ്പോൾ നമ്മൾ ഓവനിൽ ഉണ്ടാക്കിയിട്ടുള്ള കുക്കീസാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഓവനില്ലതും ഓവനില്ലാത്തതും നമ്മൾ കാണിച്ചില്ല. പക്ഷേ കുറച്ചുകൂടെ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ഓവനിൽ ഉണ്ടാക്കിയത് തന്നെയാണ് കേട്ടോ. അതായത് അതിൻ്റെ മുകൾ ഭാഗം കുറച്ചുകൂടെയൊക്കെ കളറൊക്കെ മാറി ഒരു ഇത്തിരി കൂടെ ക്രിസ്പിയൊക്കെ വന്നിട്ടുള്ള ആ ഒരു ടേസ്റ്റ്. പിന്നെ നമ്മൾ അടുപ്പിലുണ്ടാക്കിയതും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഓവനില്ലാത്തവർക്കും തീർച്ചയായിട്ടും ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതി തന്നെയാണിത്. ഇത് ഇങ്ങനെ തന്നെ വെറുതെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഒരു വെറൈറ്റിക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂട്ടെല്ലൊക്കെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൂടെ ചെയ്യാം. പക്ഷെ വലിയവർക്കൊന്നും ന്യൂട്ടെല്ല വെച്ച് അത്ര ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരു കുക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഇത്തിരി ന്യൂട്ടെല്ല ആക്കി കൊടുക്കുക. ഒരു സ്പൂണിലാക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് കവറിലേക്ക് എടുത്തു എന്നേ ഉള്ളൂ. എന്നിട്ട് അടുത്ത ഒരെണ്ണം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ഒന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ കുക്കീസൊക്കെ ചൂടാറിയതിന് ശേഷം വേണം കേട്ടോ ഇങ്ങനെ ന്യൂട്ടെല്ലൊക്കെ ആക്കി കൊടുക്കാനായിട്ട്. ചൂടോട് കൂടിയിട്ട് ആക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ കഴിക്കാവുന്ന സമയത്ത് ആക്കിയാലും മതിയാവും. ഇതുപോലെയൊക്കെ ആക്കിയിട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ ആക്കിയ രീതിയിൽ തന്നെ ബോട്ടിലൊക്കെ ആക്കി സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ആവശ്യമുള്ള സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള കുക്കി തന്നെയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. പിന്നെ ഈ ന്യൂട്ടെല്ലയ്ക്ക് പകരമായിട്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ജാം ഉണ്ടല്ലോ, ജാം വേണമെങ്കിൽ ഇതുപോലെ തന്നെ കുറച്ച് നടുഭാഗത്താക്കി കൊടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ വേറൊരു കുക്കി കൊണ്ട് കവർ ചെയ്ത് കഴിക്കാവുന്നതാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെറുതെ ചായയുടെ കൂടെ കഴിക്കാനാണ് സൂപ്പർ ടേസ്റ്റ് ഉണ്ടാകുന്നത്. നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബട്ടർ കുക്കീസാണിത്. അപ്പം ഈ ഒരു രീതിയിലുള്ള കുക്കീസ് നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്